നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന തൊടുപുഴ KSRTC ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനങ്ങളില്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞവും പ്രഭാഷണവും ആരംഭിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹത്തിൽ തൃശൂർ ഇരവങ്കോട്ട് ജ്ഞാനനന്ദ സരസ്വതി യജ്ഞ ആചാര്യനായിരിക്കും. കോതമംഗലത്ത് സർവീസ് നടത്തുന്ന 125 സ്വകാര്യ ബസ്സുകൾ വയനാടിന് സഹായം നൽകുന്നതിനായി സർവീസ് നടത്തി. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മണപ്പാടിയിൽ KSEBയുടെ അനാസ്ഥ മൂലം റോഡിന് നടുവിലായി നിൽക്കുന്ന പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. ധാരാളം വാഹനങ്ങളും മറ്റും മിനിറ്റുകൾ ഇടവിട്ട് ചീറിപ്പായുന്ന വഴിക്ക് നടുവിലാണ് പോസ്റ്റ് നിൽക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ദുരിതാനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി തൊടുപുഴ നഗരത്തിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്ന ഇടവെട്ടി സ്വദേശി മജീദ് തേക്കുംകാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസം കച്ചവടം നടത്തിയ തുക നൽകി. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന തൊടുപുഴ KSRTC ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനങ്ങളില്ലാത്തതിനാൽ വലഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ. രാവിലെ 9 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും ഇവിടെ വലിയ ഗതാഗത കുരുക്കാണ്. ഇടുക്കി റോഡിൽ മാരിയൽക്കലുങ്ക് മുതൽ ടൗൺ ഹാൾ വരെയുള്ള ഭാഗത്ത് നീണ്ട വാഹനനിര പതിവ് കാഴ്ചയാണ്. കൺട്രോൾ റൂം സ്ഥാപിച്ച് മാനുവൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൊടുപുഴ ഇടുക്കി റോഡ്, മൂപ്പിൽക്കടവ് കാഞ്ഞിരമറ്റം ബൈപ്പാസ്, കോതായിക്കുന്ന് ബൈപ്പാസ് എന്നിവ ചേരുന്ന പ്രധാന ജംഗ്ഷനാണ് KSRTC ജംഗ്ഷൻ. നഗരത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സ്ഥലം. ഇവിടെയാണ് ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനങ്ങളില്ലാത്തത്. രാവിലെ 9 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും വലിയ ഗതാഗത കുരുക്കാണ്. ഇടുക്കി റോഡിൽ മാരിയിൽ കലുങ്ക് മുതൽ ടൗൺ ഹാൾ വരെയുള്ള ഭാഗത്ത് നീണ്ട വാഹനനിര പതിവ് കാഴ്ചയാണ്. മൂപ്പിൽക്കടവ് പാലം മുതലും ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. വീതി കുറഞ്ഞ ഇടുക്കി റോഡിലേക്ക് KSRTC ഡിപ്പോയിൽ നിന്നുകൂടി ബസ്സുകൾ ഇറങ്ങുന്നതോടെ ജംഗ്ഷൻ കുരുങ്ങും. വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പെട്ടെന്ന് റോഡിലേക്ക് ഇറക്കുന്നതും അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാണ്. നിലവിൽ ഇവിടെ 1-2 പോലീസുകാർ ഗതാഗത നിയന്ത്രണത്തിനുണ്ടെങ്കിലും തിരക്ക് കൂടുന്നതോടെ അതും ഫലം കാണാറില്ല. തിരക്കുള്ള സമയത്ത് റോഡരികിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസുകാരെ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ജംഗ്ഷനിൽ കൺട്രോൾ റൂം സ്ഥാപിച്ച് മാനുവൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി തൊടുപുഴ താലൂക്ക് സർവീസ് പെൻഷൻസ് സഹകരണ സംഘം. 1 ലക്ഷം രൂപയുടെ ചെക്കാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ AS ബിജിമോൾക്ക് സംഘം പ്രസിഡന്റ് VK മാണി കൈമാറിയത്. 2018 ഉണ്ടായ പ്രളയത്തിലും ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷനേഴ്സ് സഹകരണ സംഘം സഹായം കൈമാറിയിരുന്നു. വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി തൊടുപുഴ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് സഹകരണ സംഘം. 1 ലക്ഷം രൂപയുടെ ചെക്കാണ് സംഘാംഗങ്ങൾക്കൊപ്പം തൊടുപുഴ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ AS ബിജിമോൾക്ക് സംഘം പ്രസിഡന്റ് VK മാണി കൈമാറിയത്. 2018 ഉണ്ടായ പ്രളയത്തിലും ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷനേഴ്സ് സഹകരണ സംഘം സഹായധനം കൈമാറിയിരുന്നു. ഭരണസമിതി അംഗങ്ങളായ MJ മേരി, MJ ഫിലോമിന, VN ജലജകുമാരി, ജോസഫ് മൂലശ്ശേരി, AM പത്മാലയൻ, NK പീതാംബരൻ, ഡെപ്യൂട്ടി തഹസീൽദാർ VP അനന്തമോൾ, G സുനീഷ്, അഞ്ജു മോഹൻ, മുഹമ്മദ് നിസാർ, ബിജുമോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞവും പ്രഭാഷണവും ആരംഭിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹത്തിൽ തൃശൂർ ഇലവങ്കോട്ട് ജ്ഞാനനന്ദ സരസ്വതിയാണ് യജ്ഞ ആചാര്യൻ. സ്വാമി നിഖിലാനന്ദ സരസ്വതി ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തി. രക്ഷാധികാരി KK പുഷ്പതാംഗൻ, ക്ഷേത്രം മാനേജർ B ഇന്ദിര, ഉപദേശക സമിതി അംഗങ്ങളായ KR വേണു, CC കൃഷ്ണൻ, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, V വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് വലം വെച്ച് ഗ്രന്ഥം സമർപ്പിച്ചു. തുടർന്ന് ആചാര്യന് വസ്ത്രവും ദക്ഷിണയും നൽകി. ആചാര്യവരണം നടത്തിയ ശേഷം പ്രഭാഷണം ആരംഭിച്ചു. ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ, മാതൃസമിതി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 13 സപ്താഹം സമാപിക്കും.
പീലിത്തിരുമുടിയും മുഖശ്രീയും കണ്ടു തൊഴുന്നേ തൊടുകുറിയും പീലിത്തിരുമുടിയും മുഖശ്രീയും കണ്ടു തൊഴുന്നേ തൊടുപുഴമരുവും കൃഷ്ണ നിന്നുടൽ അടിമുടി താണു തൊഴുന്നേ അടിമുടി താണു തൊഴുന്നേ. മരുതിട കടന്നും മന്മഥ വിരുതാർന്നും തൊടുപുഴ വെങ്ങല്ലൂർ നടയിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മണിമല കാരിത്തറ അൽത്താഫിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കാക്കനാട് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ CCTV ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ജൂൺ 12-ന് അർദ്ധരാത്രിയായിരുന്നു മോഷണം. തൊടുപുഴ വെങ്ങല്ലൂർ നടയിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മണിമല കാരിത്തറ അൽത്താഫിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കാക്കനാട് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ CCTV ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ജൂൺ 12-ന് അർദ്ധരാത്രിയിലായിരുന്നു മോഷണം. 13-ന് രാവിലെ 5-ന് നട തുറക്കാനെത്തിയ മേൽശാന്തി സിജോഷാണ് മോഷണം നടന്നതായി ആദ്യം മനസ്സിലാക്കിയത്. നടപ്പന്തലിലുണ്ടായിരുന്ന ഭണ്ഡാരം തകർത്ത് പണം കവർന്നിരുന്നു. ഏകദേശം 2000 രൂപ നഷ്ടപ്പെട്ടതായാണ് കരുതുന്നത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തു നിന്നും വശത്തു നിന്നുമുള്ള CCTVകളിൽ 2 പേരുടെ ദൃശ്യങ്ങളുണ്ട്. ഓഫീസ് മുറിയിൽ നിന്നും മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന വിരലടയാളങ്ങളും ലഭിച്ചിരുന്നു. പ്രതിയുമായി സ്ഥലത്തെത്തി പോലീസ് തെളിവെടുത്തു. ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂട്ടുപ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയനാടിന് ഒരു കൈത്താങ്ങായി കോതമംഗലത്തെ സ്വകാര്യ ബസ്സുകൾ. കോതമംഗലത്ത് സർവീസ് നടത്തുന്ന 125 സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ ദിവസം വയനാടിന് സഹായം നൽകാനായി സർവീസ് നടത്തി. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ഇടാട്ടേൽ, ജനറൽ സെക്രട്ടറി CB നവാസ് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. വയനാടിനൊരു കൈത്താങ്ങായി കോതമംഗലത്തെ സ്വകാര്യ ബസ്സുകൾ. കോതമംഗലത്ത് സർവീസ് നടത്തുന്ന 125 സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ ദിവസം വയനാടിന് സഹായം നൽകാനായി സർവീസ് നടത്തി. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സർവീസ് നടത്തുന്ന ഏതാണ്ട് 130ഓളം ബസ്സുകൾ, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വയനാടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നൽകാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ദുരന്തം എന്നുള്ളത് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഒരു പ്രധാന ഒരു ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. സമാനതകളില്ലാത്ത ദുരന്തമായതുകൊണ്ട് തന്നെ വലിയ ഒരു കരുതൽ, ഒരു കൂട്ടായ്മ ആ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുമനസ്സുകളുടെ എല്ലാ സഹായം അഭ്യർത്ഥിക്കുകയും ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ സഹായമാണ്, കാരുണ്യത്തിന്റെ മഹാപ്രവാഹമാണ് വയനാട്ടിലേക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, മുനിസിപ്പൽ കൗൺസിലർ AG ജോർജ്, CPIM ഏരിയ സെക്രട്ടറി KA ജോയ്, PP മൊയ്തീൻ ഷാ, സജി മാടവന, ഷിബു തെക്കുംപുറം, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി എടാട്ടേൽ, ജനറൽ സെക്രട്ടറി CB നവാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള കോതമംഗലത്ത് ബസ്സുടമകളും വസ്തു തൊഴിലാളികളും തുടർന്നും സഹജീവികൾക്ക് വേണ്ടി ഇത്തരം കാരുണ്യ യാത്രകൾ നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി CB നവാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മണപ്പാടിയിൽ KSEBയുടെ അനാസ്ഥ മൂലം റോഡിന് നടുവിലായി നിൽക്കുന്ന പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. ധാരാളം വാഹനങ്ങളും മറ്റും മിനിറ്റുകൾ ഇടവിട്ട് ചീറിപ്പായുന്ന വഴിക്ക് നടുവിലാണ് പോസ്റ്റ് നിൽക്കുന്നത്. മുമ്പ് ധാരാളം അപകടങ്ങൾ നടന്നിട്ടുള്ള കൊടുംവളവാണ് ഇവിടെ. വാഗമണിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ പോസ്റ്റിന് ഇവിടെ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുമില്ല. പലതവണ നിവേദനങ്ങളും മറ്റും നൽകിയെങ്കിലും KSEBയുടെ നടപടിയെടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. എത്രയും പെട്ടെന്ന് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്ന് BJP അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു.
തൊടുപുഴ കുമളി മൂലമറ്റം റോഡിൽ മണപ്പാടിയിൽ KSEBയുടെ അനാസ്ഥ മൂലം റോഡിന് നടുവിലായി നിൽക്കുന്ന പോസ്റ്റുകൾ വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. 3 പോസ്റ്റുകളാണ് ഇതേ ഭാഗത്ത് ധാരാളം വാഹനങ്ങളും മറ്റു മിനിറ്റുകൾ ഇടവിട്ട് ചീറിപ്പായുന്ന വഴിക്ക് നടുവിലായി നിൽക്കുന്നത്. പലതവണ നാട്ടുകാർ ഉൾപ്പെടെ KSEBയിൽ വിവരമറിയിക്കുകയും നിവേദനം ഉൾപ്പെടെ നൽകുകയും ചെയ്തെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇത് മാത്രമല്ല, ഇതുപോലെ അപ്പുറത്തേക്ക് 3-4 പോസ്റ്റുണ്ട്. ഇത് നിലവിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കുവാനോ അത് രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും ഇത് ശ്രദ്ധയിൽപ്പെടുകയില്ല. പല പ്രാവശ്യം അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണം, സൈഡിലേക്ക് സൗകര്യം അനുസരിച്ച് മാറ്റി സ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇലപ്പള്ളി വഴി വാഗമണ്ണിലേക്ക് എളുപ്പം എത്താവുന്ന മെയിൻ റോഡ് കൂടിയാണിത്. അതിനാൽ തന്നെ നിരവധി വിനോദസഞ്ചാരികൾ ഇരുചക്ര വാഹനങ്ങളിലും മറ്റും നിത്യേന ഇതിലൂടെ കടന്നുപോകുന്നുണ്ട്. വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനുള്ള പ്രയാസത്തിന് പുറമെ രാത്രികാലങ്ങളിൽ ഇങ്ങനെയൊരു പോസ്റ്റ് ഇവിടെ നിൽക്കുന്നത് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല. പലതവണ ഇവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുമുള്ളതാണ്. ധാരാളം അപകടങ്ങൾ നടക്കുന്ന ഒരു കൊടും വളവാണ് ഇത്. എത്രയും പെട്ടെന്ന് പോസ്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് റോഡിന് വശത്തായി എല്ലാവരുടെയും സൗകര്യാർത്ഥം മാറ്റി സ്ഥാപിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റി KSEBയോട് ആവശ്യപ്പെട്ടു. പ്രദേശത്തുള്ളവരെല്ലാം ഈ അപകട ഭീഷണിക്കുന്ന ഈ പോസ്റ്റ് മാറ്റണമെന്ന് പറഞ്ഞ് നിരന്തരം നിവേദനങ്ങൾ കൊടുത്തിട്ട് KSEB അതിന് വേണ്ടതായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ധാരാളം അപകടങ്ങൾ നടക്കുന്ന ഒരു കൊടും വളവാണിത്. വാഗമണി എന്ന റൂട്ടിലേക്ക് നിരന്തരം 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന റൂട്ടിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഈ പോസ്റ്റ് അടിയന്തരമായിട്ട് മാറ്റണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റി KSEBയോട് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മൂലമറ്റം. വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി തൊടുപുഴ നഗരത്തിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്ന ഇടവെട്ടി സ്വദേശി മജീദ് തേക്കങ്കാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസം കച്ചവടം നടത്തിയ തുക കൈമാറി. 5130 രൂപ തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾക്ക് മജീദ് കൈമാറി. ഡെപ്യൂട്ടി തഹസിൽദാർ ശരത് ചന്ദ്രൻ, സുനീഷ്, അഞ്ജു മോഹൻ, സുമിത മോൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത്. ഈ ദുരിതം കണ്ടുള്ള ബുദ്ധിമുട്ടിൽ ഒരു ദിവസത്തെ ഇങ്ങനെ കച്ചവടത്തിൻ്റെ ഇത് കൊടുക്കാമെന്നിങ്ങനെ വിചാരിച്ചു. ഉൾപ്പെട്ട പ്രദേശത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ തൊടുപുഴ താലൂക്കിൽ ഇഞ്ചി വിൽപ്പന നടത്തി സമാഹരിച്ച തുക TH മജീദ് എന്നയാൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരിക്കുകയാണ്. ഈ തുക ഏറ്റുവാങ്ങുന്നതോടൊപ്പം തന്നെ മജീദിന് എല്ലാവിധ നന്ദിയും ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. വെള്ളാർമല സ്കൂളിനെ നെഞ്ചോട് ചേർത്ത് കോതമംഗലം മാർ ബേസിൽ സ്കൂളും സ്പോർട്സ് അക്കാദമിയും കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളുടെയും ക്ലബ്ബുകളുടെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാർ ബേസിൽ സ്കൂളും അക്കാദമിയും സംയുക്തമായി ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. 2024 ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ വൈകിട്ട് 3 മണിക്ക് ബേസിൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വച്ചാണ് മേള നടത്തുന്നത്. നാടിനെ നടുക്കിയ വയനാട് പ്രകൃതി ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരുത്തു പകരാൻ കോതമംഗലം മാർ ബേസിൽ സ്കൂളും സ്പോർട്സ് അക്കാദമിയും കൈകോർക്കുന്നു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളെയും ക്ലബ്ബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാർ ബേസിൽ സ്കൂളും അക്കാദമിയും സംയുക്തമായി ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. 2024 ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ വൈകിട്ട് 3 മണിക്ക് ബേസിൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മേള നടത്തുന്നത്. മേളയോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന കൂപ്പൺ സമൂഹത്തിലെ സർവ്വ മേഖലകളിലും എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നു. വിതരണത്തിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ തുടർ പഠനത്തിനും ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിനും ഉപയോഗിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോതമംഗലം ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്പോർട്സ് രംഗത്ത് ഏറ്റവും അധികം മികച്ച സംഭാവനകൾ നൽകിയ സ്കൂളായിരുന്നു വെള്ളാർമല സ്കൂള്. അവിടെ ഉള്ള വിദ്യാർത്ഥികളെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് അവർക്ക് ഞങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള ഒരു കൈത്താങ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടീം ഒരു ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലൂടെ കിട്ടുന്ന പണം അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണ പദ്ധതി കൂടി ഇന്നിവിടെ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം വെള്ളാർമല സ്കൂളിൻ്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വയനാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും ആലോചിച്ചും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കൈത്താങ്ങുകൾ മാർത്താമ ചെറുപള്ളി നൽകുന്നതിന് വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന സ്പോർട്സ് ഉപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മാർ ബേസിൽ സ്പോർട്സ് അക്കാദമിയും തീരുമാനിച്ചിട്ടുണ്ട്. കോതമംഗലം മാർ ബേസിൽ സ്കൂള് അതിലെ സ്പോർട്സിൽപ്പെട്ട കുട്ടികൾ
അവരുടെ ഒരു ആശയം ഇന്നലെ മാനേജ്മെൻറ്റുമായി പങ്കുവെക്കുകയും അവിടുത്തെ കുട്ടികൾക്കാവുന്ന സഹായം അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനും അവർക്ക് രോഗങ്ങളോ മറ്റ് അപകടങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പരിചരിച്ച് അവരെ ചികിത്സിക്കുന്നതിനുള്ള പദ്ധതിയും അതിലേക്കൊരു കൈത്താങ്ങ് കൊടുക്കുന്നതിന് കുട്ടികൾ ആവിഷ്കരിച്ച ഒരു പദ്ധതി ഇന്ന് ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു ഫുട്ബോൾ മേള, 3 ദിവസത്തെ ഒരു ഫുട്ബോൾ മേള, അത് ഈ പരിസരത്ത് ടീമുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് 14, 15, 16 തീയതികളിൽ ഇവിടെ നടത്തപ്പെടുകയാണ്. ഇതിലേക്ക് ഈ ധനസഹായം സ്വരൂപിക്കുന്നതിലേക്കായി ഈ സ്കൂളിലെ കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും സ്പോർട്സ് അക്കാദമിയും ഒന്നായി ഒറ്റക്കെട്ടായി സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങിച്ചെന്ന് ഈ കുട്ടികളെയും ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ള സഹായ അഭ്യർത്ഥനയുമായി വരും ദിവസങ്ങളിൽ ഇറങ്ങി കിട്ടുന്ന തുക മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പൈസയും ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുകയിൽ നിന്ന് എടുക്കുന്നില്ല. അത് മാനേജ്മെൻറ്റ് എടുത്തുകൊണ്ട് ഈ കളക്ഷൻ കുട്ടികളാൽ സ്വരൂപിക്കപ്പെടുന്ന തുക മുഴുവൻ, ഈ സമൂഹത്തിൽ നിന്ന് എടുക്കുന്ന തുക മുഴുവൻ ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഉള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അക്കാദമി ചെയർമാൻ ബിനോയ് തോമസ് മണ്ണഞ്ചേരി, മാനേജർ ജോർജ് കൂർപ്പിള്ളി, ട്രഷറർ CA ജോസ്, പ്രിൻസിപ്പൽ റവറൻ ഫാദർ PO പൗലോസ്, ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, പരിശീലകരായ ഷിബി മാത്യു, ബിനു വിസ്കറിയ, കുട്ടികളുടെ പ്രതിനിധി ശിവാനി SG, ഫുട്ബോൾ താരങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പീരുമേട് മംഗലം കമ്മിറ്റി നേതൃത്വം രംഗത്ത്. 19-ന് പീരുമേട് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതായി നേതാക്കൾ അറിയിച്ചു. പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായി ഉണ്ടാവുന്ന വന്യമൃഗശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി നേതൃത്വം രംഗത്ത്. പീരുമേട് ജനവാസ മേഖലകളിലെ വന്യമൃഗ സാന്നിധ്യവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായാണ് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. കുറച്ചുനാൾ വരെ ജനവാസ മേഖലകളിൽ കാട്ടാനശല്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിലും ഭയാനകരമായി പുലിയുടെ സാന്നിധ്യമാണ് കണ്ടുവരുന്നത്. പാമ്പനാർ ലാട്ടർത്ത് കഴിഞ്ഞ ദിവസം പുലി വളർത്തുമൃഗത്തെ കൊന്ന് ഭക്ഷിക്കുകയും ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ പുലി കൂട്ടിൽ അകപ്പെട്ടതുമില്ല. ആയതിനാൽ പ്രദേശത്തെ ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലുമാണ് കഴിഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം പകൽ സമയം വരെ പീരുമേട് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ പീരുമേട്ടിലെ ജനങ്ങൾ ഭീതിയോടുകൂടി കഴിയുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് KPCC നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് പറഞ്ഞു. പീരുമേട് മേഖലയെ സമൂലമായി ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട വന്യമൃഗങ്ങളുടെ ശല്യം അതിൻ്റെ രൂക്ഷതയിലേക്ക് കടന്നിരിക്കുന്നത്. ആനയുടെയും അതുപോലെ തന്നെ പുലിയുടെയും ഒക്കെ കാട്ടുപന്നിയുടെയും ഒക്കെ ശല്യങ്ങൾ നിരന്തരമായിട്ടുണ്ട്. കാട്ടാനയുടെ ശല്യം മൂലം ടൗണുകളിൽ പോലും ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. പുലിയുടെ ആണെങ്കിൽ പീരുമേട് ടൗണിൽ പുലി വന്നിറങ്ങി ടൗണിലൂടെ പാസ് ചെയ്ത് കടന്നു പോയതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നു. എവിടെയാണ് പുലി ഇരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് എന്നറിയാതെ വെളിയിലിറങ്ങുവാൻ ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഭയപ്പാടുകൾക്ക് ഒരു അറുതി വരുത്തേണ്ടതുണ്ട്. ഈ ഭയപ്പാടുകളുടെ ഇടയിലാണ് ലാഡ്രം എസ്റ്റേറ്റിൽ കുറേ അധികം പശുക്കളെയും ആടുകളെയും ഒക്കെ പുലി കൂട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. ഫോറസ്റ്റുകാർ പുലിക്ക് കൂട് സ്ഥാപിച്ചു. ആ ഭാഗികമായി തിന്ന പശുവിനെ അവിടെ ഇട്ടിരുന്നു. ആ ഫോറസ്റ്റുകാർ സ്ഥാപിച്ച കൂട്ടിൽ കയറാതെ പുലി ആ പശുവിൻ്റെ അവശിഷ്ടവും കൂടെ കഴിച്ചുകൊണ്ടു പോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വന്യമൃഗഭീതി വിട്ടുമാറാത്തത് ഏറിയ പങ്കും എസ്റ്റേറ്റ് മേഖലകളിലാണ്. എസ്റ്റേറ്റ് മേഖലകളിൽ കാടുകൾ വളർന്നു പടരുന്ന സാഹചര്യം നിലനിൽക്കെ ഇതിൽ പതിയിരിക്കുന്ന വന്യമൃഗങ്ങൾ മനുഷ്യനുമേൽ ആക്രമണം നടത്തുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് 19-ാം തീയതി പീരുമേട് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് അറിയിച്ചു. എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. എസ്റ്റേറ്റുകളിൽ കൃത്യമായ കൊളുന്തെടുപ്പും കാടുതെടുപ്പും ഒന്നും നടക്കുന്നില്ലാത്ത കാരണം ഓരോ എസ്റ്റേറ്റും വനമേഖലയായി മാറിയിരിക്കുക.
ഈ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന നിലയിലുള്ള അന്തരീക്ഷം എസ്റ്റേറ്റുകൾ നിലവിലുള്ളതുകൊണ്ട് എസ്റ്റേറ്റിലെ ജീവിതവും ദുഷ്കരമായിരിക്കുകയാണ്. ആളുകൾ ജോലിക്ക് പോകുവാൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ദിവസങ്ങളിലും എസ്റ്റേറ്റിൽ പണിയില്ലാതെ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമയോചിതമായ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായേ പറ്റത്തുള്ളൂ. നാട്ടിൽ കടന്നു വന്നിരിക്കുന്ന വന്യമൃഗങ്ങൾ തിരിച്ചു പോകാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. എസ്റ്റേറ്റുകൾ ഇപ്പം വളരെ വർഷങ്ങളായി പല തോട്ടങ്ങളിലും കാട് തെളിച്ചിട്ട് അത് കാട് തെളിക്കാൻ അവർക്ക് കഴിയുന്നില്ല, അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ സ്ഥലം സർക്കാർ തന്നെ ഏറ്റെടുത്ത് ഏതെങ്കിലും രീതിയിൽ പാട്ടവ്യവസ്ഥയിൽ ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുത്ത് അവിടെ കാട് തെളിച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കരണീയമായ മാർഗമായിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിൽ വളരെ ഗൗരവമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് 19-ാം തീയതി പീരുമേട് DFO ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു മാർച്ച് നടത്തുകയാണ്. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ പഴയകാല ട്രഞ്ച് ഉണ്ടായിരുന്നതല്ലാതെ ഇവയുടെ പുനർനിർമ്മാണത്തിനോ വനമേഖലയും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിനോ വനംവകുപ്പ് തയ്യാറാവുന്നില്ല എന്നും ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. VBC ന്യൂസ് പീരുമേട്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കരിമണ്ണൂർ യൂണിറ്റിൻ്റെയും കരിമണ്ണൂർ സയൻസ് സെൻ്ററിൻ്റെയും നേതൃത്വത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹരിതഗ്രാമം പദ്ധതിയുടെ ആലോചനാ യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സിറിയക്ക് അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കരിമണ്ണൂർ യൂണിറ്റിന്റെയും കരിമണ്ണൂർ സയൻസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹരിതഗ്രാമം പദ്ധതിയുടെ ആലോചനാ യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ ആരോഗ്യ ആശുപത്രി ഇതിന് കീഴിലുള്ള എല്ലാ മേഖലയിലും ആവശ്യത്തിൽ അവർ ചോദിക്കുന്നതിലേറെ പൈസ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുകയും നമ്മളതെല്ലാം ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സമീപ പഞ്ചായത്തിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 300-320ഓളം രോഗികൾ ഒരു ദിവസം തന്നെ നമ്മുടെ സെൻ്ററുകളിൽ കടന്നു പോകുന്നുണ്ട് ഓരോ ദിവസവും. ബാക്കിയുള്ളിടത്തൊക്കെ 100-110 ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ കൂടുതൽ ഏതായാലും ഈ വാർഡ് തിരഞ്ഞെടുത്തപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ സഹായത്തോടെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമുക്കാവും. ഏതായാലും വയോജന ക്ഷേമം കഴിഞ്ഞ ആഴ്ചയിൽ വയോജനക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളൊക്കെ ഇനി വരുന്നത് 60 വയസ്സിന് മേലെയുള്ളവരെ സംരക്ഷിക്കണം. അതിന് ശാസ്ത്ര സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഇവിടെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ഹരിത ഗ്രാമം രൂപപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നല്ല ലക്ഷ്യത്തോടുകൂടി ഈ 11-ാം വാർഡിനെ തിരഞ്ഞെടുക്കുകയും നമ്മുടെ കരിമണ്ണൂരിൻ്റെ മുഖ്യ കേന്ദ്രമായ ഈ 11-ാം വാർഡിനെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനെ നമുക്ക് ആ ഹരിത വിപ്ലവത്തിലേക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ എല്ലാ സഹായവും ആവുന്ന രീതിയിലെല്ലാം ഉണ്ടാവും. അത് ചെയ്തു തരാം, സഹകരിച്ചോളാം എന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സിറിയക് അധ്യക്ഷത വഹിച്ചു. NK ദിനേശ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം VV ഷാജി പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോമോൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജോൺസൺ, പരിഷത്ത് മേഖലാ സെക്രട്ടറി KP ഹരിദാസ്, PD രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മളൊക്കെ വീട്ടിലത്തെ LED ബൾബ് ഇങ്ങനെ അല്ലേ പീസായി ആ മാട്ടിലേക്ക് അല്ലെങ്കിൽ തെങ്ങിൻ്റെ വീട്ടിലേക്ക് ഇട്ടേക്കും. അത് ഇങ്ങനെ നടക്കണം. ഒന്ന് ആലോചിച്ചോ, 430 വീട്ടിൽ അല്ലെങ്കിൽ 340 വീട്ടിൽ ഒരു മാസം എത്ര ബൾബ് നമ്മൾ കളയുന്നുണ്ടാവും? ഒരു മാസം എത്ര ബൾബ്? 2 ബൾബിൻ്റെ എത്ര ബൾബ് മിനിമം ഞാൻ പറയാം. ആ 600 ബൾബിൻ്റെയും മാലിന്യവും പ്രശ്നം എവിടെ കിടക്കണം? നമ്മുടെ മാട്ടയിലും അത് തോണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുക തെങ്ങിൻ്റെ വീട്ടിലായിട്ട്. ഇതാ നമ്മൾ പറയുന്നു ഞങ്ങളുടെ LED ക്ലിനിക്ക് ഉണ്ട്. LED ക്ലിനിക്ക് സയൻസ് സെൻ്റർ അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് നടത്തുന്ന സെൻ്ററിലേക്ക് നിങ്ങളുടെ ഉപയോഗശൂന്യമായ ബൾബ് കൊണ്ട് LED ബൾബ് കൊണ്ടുവരും. ഇതാ ഒരു 10 രൂപ തന്നാൽ മതി. അത് നന്നായിട്ട് 1 വർഷത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഈ ബൾബ് തരാം. വീണ്ടും 1 വർഷം മാട്ടയിൽ പറയുന്ന ബൾബ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഇത് ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.
മാലിന്യ സംസ്കരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, വയോജനക്ഷേമം, ഊർജ്ജ സംരക്ഷണം, കൃഷി, മഴവെള്ള സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ 11ാം വാർഡിനെ മാതൃകയായ വാർഡാക്കി മാറ്റുകയാണ് ഹരിതഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം. തുടക്കത്തിൽ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ യോഗം തീരുമാനിച്ചു. വ്യാപാര, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പദ്ധതിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി, വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VA അഗസ്റ്റിൻ, ബ്ലോക്ക് മെമ്പർ ആൻസി സോജൻ എന്നിവർ രക്ഷാധികാരികളും, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സിറിയക് ചെയർമാനും KJ തോമസ് കൺവീനറുമായി തിരഞ്ഞെടുത്തു. KR സുഗതൻ, PM ഷാജി, TP സുരേഷ്, ദിനേശ് NK, PK ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. സയൻസ് സെന്റർ ഡയറക്ടർ KJ തോമസ് സ്വാഗതവും AS ഇന്ദിര ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. നൃത്ത പഠനത്തിനാവശ്യമായ സാമഗ്രികൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ ചില്ലറ തുട്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് 1ാം ക്ലാസ്സുകാരി അഗ്നിമിത്ര. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തൻ്റെ കൊച്ചു സമ്പാദ്യം നൽകാൻ അഗ്നിമിത്ര തീരുമാനിക്കുകയായിരുന്നു. 1996 രൂപയായിരുന്നു അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. അടിമാലി മന്നാങ്കാല ഇടപ്പറമ്പിൽ അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകളാണ് 1ാം ക്ലാസ്സുകാരി അഗ്നിമിത്ര. നൃത്ത പഠനത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ അഗ്നിമിത്ര ചില്ലറ തുട്ടുകൾ സ്വരുക്കൂട്ടിയിരുന്നു. അങ്ങനെ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കൊച്ചുമിടുക്കി സംഭാവന ചെയ്തിട്ടുള്ളത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാണയത്തുട്ടുകൾ നൽകിയാലോ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ അഗ്നിമിത്ര തെല്ലും മടിയില്ലാതെ തന്റെ കൊച്ചു സമ്പാദ്യം വിട്ടു നൽകാൻ തീരുമാനിച്ചു. ഒരു 3 വയസ്സ് മുമ്പ് തുടങ്ങിയതാണ് കോയിൻ ഇട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ട് അത് കോയിനാന്ന് അറിയണതിന് മുമ്പ് മുതൽ ഈ വാച്ചിൻ്റെ ഒക്കെ സെല്ല് വരെ എടുത്തിട്ടിട്ടുണ്ട് കോയിനായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അവളെന്തോ ഡാൻസിങ് ക്യൂൻ ആവണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. പിന്നെ കുറേ എന്തോ മൊബൈലിൽ കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവളുടെ അച്ഛൻ പറഞ്ഞത് നമുക്കിത് വയനാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ അവൾ സമ്മതിച്ചാണ് അവളുടെ കൂട്ടുകാർക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് 6 വയസ്സ് മാത്രം പ്രായമുള്ളൂവെങ്കിലും താൻ സ്വരൂപിച്ച 1 ലക്ഷത്തിന് വേണ്ടി സ്വരൂപിച്ച പൈസ ആ കുടുക്ക പൊട്ടിച്ച് ഈ നിധിയിലേക്ക്, വയനാട് നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ കാണിച്ച ആ സന്മനസ്സിന് ഈ നാട് ഒന്നടങ്കം ആദരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുമോൾ നടത്തിയ ആ ധീരമായ ഒരു നിലപാട് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലെല്ലാം തന്നെ ഒരു പ്രചോദനമാകട്ടെ. ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി P. അലക്സാണ്ടർ അഗ്നിമിത്രയുടെ വീട്ടിലെത്തി ദുരിതാശ്വാസ നിധിയിലേക്കായി തുക ഏറ്റുവാങ്ങി. 1996 രൂപയായിരുന്നു അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയ പാലം കാടുകയറി നശിക്കുന്നതിന് പരിഹാരം കാണണമെന്ന ചരിത്രകാംക്ഷികളുടെയും രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക സംഘടനാ പ്രവർത്തകരുടെയും ആവശ്യങ്ങൾക്കും BBC ന്യൂസിൻ്റെയും പത്രവാർത്തകളുടെയും അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പാലം കാടുകൾ വളർന്ന് നശിക്കുന്നുവെന്ന പരാതികൾക്ക് കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് ദേശീയപാത വിഭാഗം പാലത്തിലെ മേൽക്കാടുകൾ മാത്രം വെട്ടിയൊതുക്കിയുള്ള നടപടികൾക്കെതിരെ വ്യാപക ആക്ഷേപം. പാലത്തിൻ്റെ നാശത്തിന് വഴിയൊരുക്കും വിധം പടർന്നു പന്തലിച്ച ആല അടക്കമുള്ള ചെടികൾ വേരോടെ നശിപ്പിക്കുന്നതിന് പകരം മേൽക്കാടുകൾ മാത്രം വെട്ടി നശിപ്പിക്കുന്നതിനെതിരെയാണ് വ്യാപകമായി ആക്ഷേപം ഉയരുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയപാലം കാടുകയറി നശിക്കുന്നതിന് പരിഹാരം കാണണമെന്ന ചരിത്രകാംക്ഷികളുടെയും രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക സംഘടനാ പ്രവർത്തകരുടെയും ആവശ്യങ്ങൾക്കും BBC ന്യൂസിന്റെയും പത്രവാർത്തകളുടെയും അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പാലം കാടുകൾ വളർന്ന് നശിക്കുന്നുവെന്ന പരാതികൾക്ക് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ദേശീയപാത വിഭാഗം പാലത്തിലെ മേൽക്കാടുകൾ മാത്രം വെട്ടിയൊതുക്കിയുള്ള നടപടികൾക്കെതിരെ വ്യാപക ആക്ഷേപം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച 128 വർഷത്തോളം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള വണ്ടിപ്പെരിയാർ പഴയപാലം കാടുകൾ കയറി നശിക്കുന്നതിൽ നിന്നും കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ മാത്രമല്ല പാലത്തിന്റെ കൽപ്പടവുകളിൽ കടന്നു കയറുന്ന വേരുകൾ മൂലം പാലത്തിന്റെ സുർക്കി നിർമ്മിത കൽക്കെട്ടുകൾക്ക് ഇളക്കം സംഭവിച്ച് പാലത്തിൽ നാശത്തിലേക്ക് നയിക്കുന്ന പരാതിയും വാർത്തയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ലൈവിലൂടെയും പത്രങ്ങളിലൂടെയും പുറത്തു വന്നിരുന്നത്. എന്നാൽ ഈ ആവശ്യകതകളുടെ പ്രാധാന്യത്തെ മുഖവിലക്കെടുക്കാതെ പാലത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ആൽമര ഇനത്തിൽപ്പെട്ട ചെടികൾ അടക്കമുള്ളവയുടെ മേൽഭാഗം മാത്രം വെട്ടിയൊതുക്കിയുള്ള പ്രഹസനം മാത്രമാണ് നടത്തുന്നത് എന്നുള്ള ആക്ഷേപമാണ് വ്യാപകമാവുന്നത്.
പാലത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്ന ആൽമര ഇനത്തിൽപ്പെട്ട ചെടികൾ വെട്ടി നശിപ്പിക്കുന്നതോടൊപ്പം ഇവയുടെ നശീകരണത്തിന് കളനശീകരണി ഉൾപ്പെടെയുള്ള കളനാശിനി ഉപയോഗിച്ച് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് പകരം പാലത്തിൽ വളർന്ന കാടുകൾ വെട്ടി നശിപ്പിച്ചുവെന്ന പ്രഹസന പ്രവർത്തനം മാത്രമാണ് ദേശീയപാത വിഭാഗം നടത്തിയത്. പീരുമേട് താലൂക്കിന്റെ ചരിത്രത്താളുകൾക്കൊപ്പം ചരിത്ര സ്മാരകമായ വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന് കാലപ്പഴക്കത്താൽ നേരിടുന്ന നാശത്തിലുപരി അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടാവുന്ന നാശത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പാലം സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന തൊടുപുഴ KSRTC ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനങ്ങളില്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞവും പ്രഭാഷണവും ആരംഭിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹത്തിൽ തൃശൂർ ഇരവങ്കോട്ട് ജ്ഞാനനന്ദ സരസ്വതി യജ്ഞ ആചാര്യനായിരിക്കും. കോതമംഗലത്ത് സർവീസ് നടത്തുന്ന 125 സ്വകാര്യ ബസ്സുകൾ വയനാടിന് സഹായം നൽകുന്നതിനായി സർവീസ് നടത്തി. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മണപ്പാടിയിൽ KSEBയുടെ അനാസ്ഥ മൂലം റോഡിന് നടുവിലായി നിൽക്കുന്ന പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. ധാരാളം വാഹനങ്ങളും മറ്റും മിനിറ്റുകൾ ഇടവിട്ട് ചീറിപ്പായുന്ന വഴിക്ക് നടുവിലാണ് പോസ്റ്റ് നിൽക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ദുരിതാനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി തൊടുപുഴ നഗരത്തിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്ന ഇടവെട്ടി സ്വദേശി മജീദ് തേക്കുംകാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസം കച്ചവടം നടത്തിയ തുക നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.